നമസ്കാരം. ഇന്ന് വാർത്താലോകത്തെ നിർണായകമായ മാറ്റങ്ങളും ചില ഞെട്ടിക്കുന്ന സംഭവങ്ങളുമായാണ് ഫസ്റ്റ് റൗണ്ട് അപ്പ് ന്യൂസ് ആരംഭിക്കുന്നത്. തന്നെ വാണിജ്യ നഗരമായ കൊച്ചിയിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയ തീപിടുത്തവും അയൽ സംസ്ഥാനത്ത് തോക്കിൻ മുന്നിൽ നടന്ന വൻ കവർച്ചയുമാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. കൂടെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിലെ ആഘോഷങ്ങൾ ദുരന്തമായി മാറിയ വാർത്തയുമുണ്ട്. നോക്കാം ഫസ്റ്റ് റൗണ്ട് അപ്പ് ന്യൂസ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കൊച്ചി ബ്രോഡ്വേയിൽ 10ലേറെ കടകൾ കത്തിനശിച്ചു. 4 മിനിറ്റിൽ 7 കോടിയുടെ സ്വർണം കവർന്നു. ഹോൺസൂറിൽ മലയാളിയുടെ ജ്വല്ലറിയിൽ വൻ കവർച്ച. പാലക്കാട് വാഹനാപകടം, ഡ്രൈവർക്കും യാത്രക്കാർക്കും പരിക്ക്. ബേക്കൽ ഫെസ്റ്റിൽ വേടന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്ക്, ഒരാൾ മരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന SIT ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. കൊച്ചി ബ്രോഡ്വേയിലെ കൊളത്തുറ ബസാർ കെട്ടിടത്തിൽ വൻ തീപിടുത്തം. ഫാൻസി കളിപ്പാട്ട കടകളടക്കം 10ലേറെ കടകൾ കത്തിനശിച്ചു. സമീപത്തെ മാലിന്യ ഷെഡിൽ നിന്നാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം. നഗരത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലെ കൊള്ളത്തുറ ബസാർ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെ 1:30 ഉണ്ടായ അതിഭീകരമായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ഫാൻസി സാധനങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന 12ഓളം കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും മറ്റും എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളുമാണ് കടയിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ തീ അതിവേഗം പടരുകയായിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള 4 നില കെട്ടിടത്തിലാണ് സംഭവം നടന്നത്. രാത്രി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളികളാണ് ആദ്യം തീ കണ്ടത്. ഉടനെ തന്നെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതിനാലാണ് കൂടുതൽ വലിയ ദുരന്തം എന്തായാലും ഒഴിവായത്. ഏകദേശം 8ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പുലർച്ചെ 3:30 തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത്. കടകൾ അടച്ചിരുന്ന സമയം ആയതിനാൽ തന്നെ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് വ്യാപാരികൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ബ്രോഡ്വേയിലെ ഇടുങ്ങിയ വഴികൾ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്തുന്നതിന് ചെറിയ തടസ്സം സൃഷ്ടിച്ചിരുന്നെങ്കിലും സമയോചിതമായ ഇടപെടൽ വഴി തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ തീ പടരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി സാധിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം എന്തായാലും ആരംഭിച്ചിരിക്കുകയാണ്. കർണാടകയിലെ ഹുൻസൂരിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ വൻ കവർച്ച. നഗരമധ്യത്തിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടി 4 മിനിറ്റ് കൊണ്ട് 7 കോടി രൂപയുടെ സ്വർണമാണ് 5 അംഗ സംഘം കവർന്നത്. സിനിമയെ വെല്ലുന്ന ആസൂത്രണമാണ് കർണാടകയിലെ ഹുൻസൂർ ടൗണിലെ തിരക്കേറിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ജ്വല്ലറിയിൽ സംഭവിച്ചിരിക്കുന്നത്. മലയാളിയായ അബ്ദുൽ സലാമിന്റേതാണ് ഈ സ്ഥാപനം. ഉച്ചയ്ക്ക് ശേഷം ആളുകൾ ജ്വല്ലറിയിൽ കുറവായിരുന്ന സമയത്താണ് ബൈക്കുകളിൽ എത്തിയ 5 അംഗ സംഘം കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഹെൽമറ്റും മാസ്കും ധരിച്ച് തോക്കുധാരികളായി എത്തിയ സംഘം സെക്യൂരിറ്റി ജീവനക്കാരെയും ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയും തോക്കിൻ മുനയിൽ നിർത്തി ബന്ദികളാക്കി. യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതെ ലോക്കറുകൾ തുറപ്പിച്ച പ്രതികൾ കേവലം 4 മിനിറ്റ് കൊണ്ട് 7 കോടി രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വാരിയെടുത്ത് ബാഗിലാക്കുകയായിരുന്നു. പ്രൊഫഷണലായ രീതിയിലായിരുന്നു കവർച്ചാ സംഘത്തിന്റെ നീക്കങ്ങൾ. ജ്വല്ലറിക്ക് പുറത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തി ഒരാൾ കാവൽ നിൽക്കുകയും മറ്റുള്ളവർ അകത്ത് കയറി കവർച്ച നടത്തുകയുമായിരുന്നു. ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ച ജീവനക്കാരെ മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കൃത്യം നിർവഹിച്ച ശേഷം ഇവർ വാഹനത്തിൽ കയറി അതിവേഗം രക്ഷപ്പെട്ടു. എന്തായാലും ഇതിനെ സംബന്ധിച്ച് പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അന്തർ സംസ്ഥാന കൊള്ള സംഘമാണോ ഇതിന് പിന്നിലെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. പാലക്കാട് ചന്ദ്രനഗർ ദേശീയപാതയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർക്കും യാത്രക്കാർക്കും പരിക്ക്. രാവിലെ 6:10 അപകടം. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന 2 ടൂറിസ്റ്റ് ബസ്സുകളും ഒരു കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 6:10 നാടിനെ ഞെട്ടിച്ച ഈ അപകടം സംഭവിച്ചത്. ബാംഗ്ലൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന 2 ടൂറിസ്റ്റ് ബസ്സുകളും ഒരു കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബസ് ഡ്രൈവർക്കും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ബസ്സുകൾ കാറിൽ ഇടിച്ച ശേഷം പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു.
കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ റാപ്പർ വേഡിന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 13 പേർക്ക് പരിക്കേറ്റു. പരിപാടി സ്ഥലത്തേക്ക് വേഗത്തിലെത്താൻ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി പൊയിനാച്ചി സ്വദേശി ദേവാനന്ദൻ മരിച്ചു. 20 വയസ്സായിരുന്നു ദേവാനന്ദൻ. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ആവേശത്തിന് ദാരുണമായ 2 സംഭവങ്ങളാണ് കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രശസ്ത റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ നിയന്ത്രിക്കാൻ കഴിയാത്ത ജനത്തിരക്കിൽപ്പെട്ട് 13 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ നോവാകുന്നത് പരിപാടി കാണാനുള്ള തിരക്കിനിടയിൽ പൊലിഞ്ഞ ഒരു യുവാവിന്റെ ജീവനാണ്. പരിപാടി നടക്കുന്ന ബേക്കൽ ബീച്ചിലേക്ക് വേഗത്തിൽ എത്താനായിട്ട് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി പൊയിനാച്ചി സ്വദേശിയായ ദേവനന്ദൻ ദാരുണമായി മരണപ്പെട്ടു. 20 വയസ്സായിരുന്നു പ്രായം. പരിപാടി കാണാനെത്തിയ ആയിരക്കണക്കിന് യുവാക്കളുടെ തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർക്ക് സാധിക്കാതെ പോയത് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ഉടനെ തന്നെ പരിസരത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ കനത്ത പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിരോധമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി. 2 CA-മാരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് SITയുടെ ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ അനുമതി തേടി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു. കേസിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളും ഇതിനു പിന്നിലെ സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്താൻ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം അനിവാര്യമാണെന്ന് SIT കോടതിയെ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാർ, N. വാസു എന്നിവരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് പുറമെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണ വ്യാപാരികൾക്കും അന്വേഷണം നീളുകയാണ്. അന്വേഷണത്തിന് കോടതി അനുവദിച്ച സമയം അവസാനിക്കാറായ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനും പ്രതികളെ ചോദ്യം ചെയ്യുവാനുമായി സംഘം വിപുലീകരിക്കുന്നത് വഴി അന്വേഷണം വേഗത്തിലാക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കേസിൽ ഉൾപ്പെട്ട മറ്റുന്നത ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് തന്നെയാണ് സൂചന. ഇതുവരെയുള്ള വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി സെക്കൻഡ് റൗണ്ടപ്പിൽ വീണ്ടും കാണാം. കൃത്യവും വേഗത്തിലുള്ളതുമായ വാർത്താ വിശകലനങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക.